സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് നിങ്ങളെല്ലാവരും കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2 ബോളി 1 റണ്ണിന് ഔട്ടായി പോയി. ഞാൻ പേടിച്ചു പോയി. ഞാൻ നേരെ ഒന്ന് കണ്ടുമുട്ടി ഒറ്റ വീശ്. ഇതിൻ്റെ ഇടയ്ക്കേ പറയാതിരിക്കാൻ വയ്യ, പരിപാടിക്ക് മഞ്ഞക്കുയിൽ നീലക്കുയിൽ ഇങ്ങനെ ഓണത്തൊക്കെ മൊത്തത്തിൽ പെരട്ടി കണ്ണാടി ഒന്ന് നോക്കിയപ്പോൾ എനിക്ക് എന്നെ തന്നെ തിരിച്ചറിയാൻ പറ്റില്ല. എൻ്റെ AP പാഡ് എടുത്ത് ഞാൻ സാമാനത്തിൽ വെക്കുന്ന സാധനം എടുത്ത് നമ്മുടെ ട്യൂബോർക്ക് മുഖത്ത് വെച്ചിട്ട് അതൊക്കെ വെച്ചിരിക്കണം അവിടെ. അതൊക്കെ വേണം അങ്ങനെ ഞാൻ അബദ്ധത്തിൽ വിളിച്ചു പോയതാ. ഇവിടെ കോഹ്ലിയൊക്കെ 2 മാച്ച് അടുപ്പിച്ച് ഡക്കിന് ഔട്ടായ അണ്ണ 1 റണ്ണെങ്കിലും എടുത്തല്ലോ, പ്രൗഡ് ഓഫ് യു എന്ന്. ഒരേ സമയത്ത് നീ ഊമ്പലും ഉപദേശവും കൂടെ ഒരുമിച്ച് എൻ്റെ അടുത്ത് അപ്പൊ ഞാൻ എൻ്റെ മെയിൻ PC മാത്രം എറണാകുളത്ത് കൊണ്ടുപോകും. എറണാകുളത്ത് കൊണ്ടുപോയിട്ട് മറ്റേ PC ഞാൻ ഓൾറെഡി ക്ലീൻ ഒക്കെ ചെയ്ത് ഇപ്പൊ ഈ PC ഇരിക്കുന്നിടത്ത് വെക്കാൻ പോവാ. മനസ്സിലായി? ഇപ്പൊ ഈ PC ഇരിക്കുന്നിടത്ത് വെക്കാൻ പോവാണ്. അപ്പം മാറി മാറി ഞാൻ രണ്ടിടത്തും നിന്ന് സ്ട്രീം ചെയ്യും. കഴിഞ്ഞ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് നിങ്ങളെല്ലാവരും കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2 ബോളി 1 റണ്ണിന് ഔട്ടായി പോയി. എന്നെ പരസ്പര സീരിയലില് സൂരജ് ചേട്ടൻ എൻ്റെ വിക്കറ്റ് എടുത്തു. എന്ത് ചെയ്യാൻ പറ്റും, പുള്ളി നന്നായി. എടാ ഞാനൊരു കാര്യം പറയട്ടെ. എല്ലാ അമ്മമാരോടും അവിടെ വന്ന് സ്പാമും ചെയ്ത് എല്ലാവരും വിചാരിച്ച് ഞാനെന്തോ ഭയങ്കര ബാറ്റ്സ്മാൻ ഒക്കെയാണ്, ഞാൻ മറ്റേ ഒരു 6 സിക്സ് അടിക്കും എന്നൊക്കെ പറഞ്ഞ് നേരെ വന്ന് എൻ്റെ റിവീൽ ചെയ്യാത്ത 6 പാക്ക് റിവീലായി. ജോക്കർ ബ്രോ താങ്ക് യു സോ മച്ച്. അത് 1 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. അപ്പോൾ ഈ വീക്ക് കിക്കില് മറ്റേ ഇതാണ്, ഒരു മെമ്പർഷിപ്പ് എടുത്താൽ 2 മെമ്പർഷിപ്പാ. ഈ ബൈ വൺ ഗെറ്റ് വന്നതാണ്. അപ്പൊ എന്താ പറയാ, എനിക്ക് മര്യാദ ഗൈസ്, ഞാൻ ചാറ്റൊക്കെ കണ്ട് ഞാൻ പാനിക് ആയിപ്പോയി ഗൈസ്. സത്യം പറഞ്ഞ ഞാൻ ചാറ്റൊക്കെ കണ്ട്, നിങ്ങളുടെ ചാറ്റൊക്കെ കണ്ട് നിങ്ങൾ വലിയ പ്രതീക്ഷയിലൊക്കെ ഇരിക്കുമെന്നൊക്കെ വിചാരിച്ച് ഞാൻ പേടിച്ചു പോയി. ഞാൻ നേരെ ഒന്ന് കണ്ടുമുട്ടി ഒറ്റ വീശ്. പുറകിൽ സൗണ്ട് കേട്ട് കുറ്റി തെറിക്കുന്നത്. അപ്പൊ തന്നെ കയറി പറ്റി തിരിഞ്ഞു പോലും നോക്കിയില്ലേ, മനസ്സിലായ? അപ്പൊ തന്നെ ഇനി 3 മാച്ച് ഉണ്ട് കേട്ടോ. ഇനി 4, 5, 6 3 മാച്ച് ഉണ്ട്. അപ്പൊ ബാക്കി ഞാൻ മര്യാദക്ക് കളിക്കാൻ നോക്കാം. മനസ്സിലായോ? എടാ നിങ്ങളൊന്ന് ഇത് പറയല്ലേടാ. ഫിഫി താങ്ക് യു സോ മച്ച്. 1 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. ഗബ്രിയേൽ പോളി. ഗബ്രിയേൽ മാത്രമല്ല ഗൈസ്, നിങ്ങള് അതിനകത്ത് നമ്മുടെ കൂട്ടത്തില് ഗബ്രിയേൽ ബ്രോ ഒന്ന് മറ്റേ അവനെ അറിഞ്ഞൂടെ നിങ്ങൾക്ക്? ഷിയാസ് ബ്രോ അറിഞ്ഞൂടെ? ഷിയാസ് ബ്രോ കിട്ടില്ല ഗൈസ്. ഞാൻ വേറെ ആരോട് പറയാം, എല്ലാവരും സോഷ്യൽ മീഡിയയിലേക്ക് ഇരുന്ന് കളിയാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. മറ്റേ സീക്രട്ട് ഏജന്റ് ഇല്ലേ പുള്ളി, സീക്രട്ട് ഏജന്റ് മറ്റേ ബിഗ് ബോസിൽ എല്ലാവരുടെയും കൂടെ മറ്റേ ക്രിക്കറ്റ് കൊട്ടി കളിക്കണേ എന്നൊക്കെ വെച്ചിട്ട് പുള്ളി കിടിലം ബാറ്റ്സ്മാനും കിടിലം ബോളറോ ഗൈസ്. സീരിയസ് ആയിട്ട് ഞാൻ പറയാ, കിടിലം കളിയാ. ഞാൻ വെറുതെ പറയണല്ല, പുള്ളി കിടിലം കളിയാ. പിന്നെ നമ്മുടെ ഇതിനകത്ത് മൊട്ടയില്ലേ അവൻ, പുള്ളിയും അടിപൊളിയാണ്. പുള്ളി ഇജാതി കീപ്പർ. ഇനിയിപ്പോ ഒരു ചിന്ന ചാർലി ബ്രോ ഇവരൊക്കെയാണുള്ളത്. അപ്പം ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും ടീമുണ്ട്, പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ്. അപ്പൊ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ടീമും കൂടി കഴിഞ്ഞ ദിവസം ഫോം ആയി. അപ്പൊ ഇനി തൊട്ട് അങ്ങോട്ട് മാച്ചസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ മാച്ചസ് ഒക്കെ കളിക്കാനും കൂടിയാണ് എറണാകുളത്ത് അതും കൂടി എനിക്ക് ഇത് ചെയ്യാൻ പറ്റും. എനിക്കിത് കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ ഭയങ്കര പ്ലെയർ ഒന്നും അല്ല കൈ, സത്യം പറഞ്ഞാൽ എനിക്കിത് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. നിങ്ങൾ ക്രിക്കറ്റ് വീഡിയോസ് ഒക്കെ ഞാൻ റിയാക്ട് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ക്രിക്കറ്റിനോടുള്ള ഇഷ്ടം എത്രയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഫുട്ബോൾ എങ്ങനെയാണ് അതുപോലെ ക്രിക്കറ്റ്, അല്ലാതെ മറ്റേ വലിയ കളിക്കാരനായിട്ട് കളിക്കാൻ പോകണമെന്നും അല്ല. നോർമലി എല്ലാവരും നമ്മുടെ ഇതിനകത്ത് ഇടയ്ക്കുള്ള ഇതിൻ്റെ ഇടയ്ക്കേ പറയാതിരിക്കാൻ വയ്യ, പരിപാടിക്ക് മഞ്ഞക്കുയിൽ നീലക്കുയിൽ പിന്നെ ഇന്ത്യ ഗാലറി, പാകിസ്ഥാൻ ഗാലറി എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വന്ന് ഞാൻ മുഖത്ത് മറ്റേ സൺസ്ക്രീനൊക്കെ തേച്ച് ഞാൻ ഇറങ്ങി വന്ന് കണ്ണാടി നോക്കിയപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയില്ലേ. കഥകളിക്കൊക്കെ ഒരുക്കി നിർത്തിയേക്കുന്നത് പോലെ. എൻ്റെ അമ്മു ഇതൊക്കെ ഇട്ടാണ് ആൾക്കാർ. എടാ എൻ്റെ കയ്യിൽ കുറച്ച് സാധനം തന്നു, ഞാൻ ഇങ്ങനെ കൈ തേച്ചിട്ട് ഇങ്ങനെ ഓണത്തൊക്കെ മൊത്തത്തിൽ പെരട്ടി കണ്ണാടി ഒന്ന് നോക്കിയപ്പോൾ എനിക്ക് എന്നെ തന്നെ തിരിച്ചറിയാൻ പറ്റില്ല. എന്തിനു ചെയ്യാൻ പറ്റും? ഞാൻ ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, വെളിയിൽ നീലക്കുയിലും പച്ചക്കുയിലും എല്ലാവരും വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. നമ്മളെ ജയിച്ച കേസ്, നമ്മൾ ഫസ്റ്റ് കളി ജയിച്ച് CCL ടീമിനെ നമ്മൾ തോപ്പിച്ചു ആക്ച്വലി. എന്നിട്ട് നേരെ വെളിയിലിറങ്ങി വന്നപ്പോൾ പുള്ളി ഞങ്ങൾ മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് നെറ്റ്സിൽ 2-3 ബോൾ എറിഞ്ഞു തന്നു. ആരാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ 2-3 പുള്ളി അത് മറ്റേ നെഞ്ചിലേ എന്നൊക്കെ പറഞ്ഞ മറ്റേ ക്രിക്കറ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് പുള്ളിയുടെ അത് പോസ്റ്റ് ചെയ്ത് ഞാൻ നോക്കിയപ്പോൾ 7 ലക്ഷം വ്യൂസ്. കമന്റിനകത്തൊക്കെ തന്തക്കി വിളി. ഇവരെ വല്ല വീട്ടിലിരുന്ന് തൊലിച്ചോണ്ടിരുന്നാ പോരെ, അവന് ബാറ്റ് പിടിക്കാൻ അറിഞ്ഞൂടാ. എന്തൊക്കെയാണോ അതിന്റെ കമന്റ് സെക്ഷനൊക്കെ കണ്ട് ജീവിതം വെറുത്തു പോയി. ഞാൻ നിങ്ങളെ കണ്ടെങ്കിൽ ഒന്ന് എടുത്ത് നോക്കാം. അന്നത്തോടെ ഞാൻ അന്ന് ഒരു ബാറ്റൊക്കെ മേടിച്ചാൽ കേട്ടോ, ഇനി കളിക്കണം എന്നൊക്കെ പറഞ്ഞ്. പിന്നെ
എൻ്റെ ഗുളികം കയറിയ സമയത്ത് ഒരു അച്ചിപ്പട്ടിയെ വ്ളോഗ് എടുക്കാടാ നിനക്കൊരു കണ്ടന്റ് ആവും എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഡ്രീമർ ഫുണ്ടച്ചിയെ ഞാൻ അറിയാതെ ഒന്ന് വിളിച്ചുപോയി. ഞാൻ ഔട്ടായി തിരിച്ച് മുഖം കഴുകി തിരിച്ചു വന്നപ്പം എൻ്റെ AP പാഡ് എടുത്ത് ഞാൻ സാമാനത്തിൽ വെക്കുന്ന സാധനം എടുത്ത് നമ്മുടെ ട്യൂബോർക്ക് മുഖത്ത് വെച്ചിട്ട് ചൂടായോണ്ടെന്ന് തോന്നുന്നു, ശ്വാസം കിട്ടുന്നില്ല, ഓക്സിജൻ മാസ്ക് അല്ലേ അതൊക്കെ വെച്ചിരിക്കണം അവിടെ. അതൊക്കെ വേണം അങ്ങനെ ഞാൻ അബദ്ധത്തിൽ വിളിച്ചു പോയതാ. എന്നെ അവിടെ ഇട്ട് നാറ്റിക്കാൻ ഇനി വേറെ ഒന്നുമില്ല. ഇനി ഞാൻ വിളിക്കൂല ഇവനെ ഒന്നും ഞാൻ വിളിക്കുകയേ ഇല്ല. ബ്രോ താങ്ക് യു സോ മച്ച് 5 വീക്കിൽ ഗെയിമിംഗ് സബ്സ്ക്രിപ്ഷൻ. എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ഗ്യാങ് സസ്പെൻഡഡ് ആണോ? സസ്പെൻഡഡ് ആയിരുന്നു, സസ്പെൻഷൻ മാറിയെന്ന് പറഞ്ഞു. ബ്രോ വെൽക്കം ടു സ്ട്രീം, താങ്ക് യു സോ മച്ച്. സസ്പെൻഡഡ് ആയിരുന്നു, എനിക്ക് അറിഞ്ഞൂടാ. ഇനി സസ്പെൻഷൻ മാറിയെന്ന് തോന്നുന്നു കേട്ടാ, സസ്പെൻഷൻ മാറിയെന്ന് തോന്നുന്നു. കുറച്ച് ദിവസമായില്ലേ ചേഞ്ച് ആക്കിയല്ലേ. അപ്പൊ ചേഞ്ച് ആക്കിയിട്ട് നമുക്ക് എന്തായാലും കയറാം. എറണാകുളത്ത് എവിടെ? അയ്യോ ബ്രോ ഞാൻ എല്ലാം ഒന്ന് സെറ്റായിട്ട് പറയാടാ. നമ്മുടെ സ്ഥലത്തിന്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല, എന്നാലും തൃപ്പൂണിത്തുറ എന്നൊക്കെ അടുത്താ. തൃപ്പൂണിത്തുറ എന്ന് ഒരു 5-6 കിലോമീറ്റർ എന്തോ ഉള്ളൂ. കറക്റ്റ് സ്ഥലത്തിന്റെ പേരെന്തോ അറിയത്തില്ല. മറ്റേ കൊറേ എന്തോ അതിന് പറയണേ എന്തോ കൊറേ റിഫൈനറി ഫാക്ടറീസ് ഒക്കെ ഉള്ള ഒരു ഏരിയ ഇല്ലേ എറണാകുളത്ത്, മറ്റേ പെട്രോളിയം ഗ്യാസിന്റെയും ആ സ്ഥലപ്പേര് എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. ഞാൻ അവിടെ ഒരു ക്ലോസ്ഡ് കമ്മ്യൂണിറ്റി ഇതാണ് എടുത്തിരിക്കണേ. അപ്പൊ അങ്ങോട്ടെല്ലാം ഒന്ന് മാറ്റിയിട്ട് കരിമുകൾ അവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ എല്ലാം ഒന്ന് ഷിഫ്റ്റ് ആയി എല്ലാം ഒന്ന് സെറ്റൊക്കെ ആയിട്ട് ഞാൻ ഉറപ്പായിട്ടും പറയാം. ഭയങ്കര സന്തോഷം. അപ്പൊ എന്റെ അടുത്താണ് കാണാം ഗ്യാങ് വർക്കിൾ ഗേസ്. ഗ്യാങ് വർക്കിള് നമ്മള് ലാസ്റ്റ് ഒരു തീരുമാനം എടുത്തെന്ന് പറഞ്ഞാൽ കേസ് ഞാൻ പറഞ്ഞില്ല, ഗ്യാങ് വർക്കിള് ഇനി 2 ടീമിന്റെ അടി കാണാൻ എനിക്ക് വയ്യാത്തത് കൊണ്ട് ഗ്യാങ് വർക്കിള് കംപ്ലീറ്റ്ലി അമ്പത്തൂര് ഏറ്റെടുത്ത് ചെയ്തോളാന്ന് പറഞ്ഞു. 4x4ഉം 6x6ഉം അമ്പത്തൂരാണ്. അമ്പത്തൂരിന്റെ എന്തോ ഒരു അവരുടെ വണ്ടി പണിയുന്ന ഒരു എണ്ണത്തിന്റെ പേരെന്തായിരുന്നു, എന്തോയോ മറന്നുപോയി, ഓർക്കുന്നില്ല. എന്തോ അമ്പത്തൂരിന്റെ ഒരു വണ്ടി പണിയുന്ന എന്തോ ഉണ്ടല്ലോ ഗൈസ്, അതിന്റെ പേരെന്താ? Z3 അവരെല്ലാവരും കൂടെ ചേർന്നാന്ന് തോന്നുന്നു അത് പണിയുന്നത്. വണ്ടിയുടെ ബേസിക് സ്ട്രക്ചറും കാര്യങ്ങളെല്ലാം അവരാ പണിയുന്നത്. ബാക്കി ഹാൻഡ്ലിംഗ് എല്ലാം നമുക്ക് ആൾക്കാർ വേണ്ടുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അപ്പോൾ അമ്പത്തൂര് ആയിരിക്കും ആ വണ്ടി പണിയുന്നത്. അപ്പോൾ ഓൾറെഡി വണ്ടി ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് പണി തുടങ്ങിയിട്ടുണ്ട്. അമ്പത്തൂരായിരിക്കും ആ ഇവന്റ് അടക്കം എല്ലാം അമ്പത്തൂർ ഏറ്റെടുത്ത് അണ്ണാ ഞാൻ ഉത്തരവാദിത്തത്തോടെ ചെയ്തോളാം എന്ന് പറഞ്ഞ് അണ്ണ ബാറ്റ് ചെയ്ത് എടുത്ത് ഇംഗ്ലീഷിലാണോ? ആടാ ഞാൻ SS എടുത്ത്, SS-ന്റെ ഇംഗ്ലീഷിലെ ബാറ്റ് എടുത്ത്. ഞാൻ അന്ന് കളിച്ചത് ആരുടെയോ ബാറ്റിലാടാ. അതിനാണെങ്കിൽ അതിന്റെ അറ്റത്ത് ആ മുഴയില്ലേ, അത് പൊക്കാൻ ഒരാളെ റൈറ്റ് സൈഡിൽ ഞാൻ നിർത്തണം. ഒരു പുള്ളിയെയും ഞാനും സഹകരിച്ചടിക്കാനേ പറ്റുള്ളൂ. അത്ര വെയിറ്റ് ഉള്ള ഒരു ബാറ്റ് വെച്ചാൽ ഞാൻ കളിച്ചത്. ഷിഫ്റ്റിംഗ് ഞാൻ പറഞ്ഞില്ലേ ബ്രോ, ഇങ്ങനെ കുറെ പിടിച്ചോടാ, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. കുറെ ബ്രാൻഡിന്റെ കാര്യമാണെങ്കിലും എൻ്റെ ഇവിടുത്തെ ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴാണെങ്കിലും എനിക്ക് അങ്ങനെ മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. ഈ ബ്രാൻഡ് ഒന്ന് ലോഞ്ച് ആയിട്ടെല്ലാം ഒന്ന് സെറ്റായിട്ട് വേണം എനിക്ക് ദുബായിലേക്ക് തിരിച്ചു പോകാൻ. ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. അപ്പൊ അത്രേ ഉള്ളൂ, ഇത്രയൊക്കെ കാര്യങ്ങളെ പറയാനുള്ളൂ. ആൻഡ് ഇനി വരുന്ന മാച്ചസ് 4, 5, 6 മാച്ചസ് ഉണ്ടാവും. പക്ഷെ അന്ന് ലൈവിലായിരിക്കുമല്ലോ ഗൈസ്. ഞാൻ എറണാകുളത്ത് ചെന്ന് കഴിഞ്ഞാൽ 2-ാം തീയതി അല്ല 3-ാം തീയതി തൊട്ട് അത് ഡ്രാഗിയാസ് ഒഫീഷ്യൽ ബ്രോ താങ്ക് യു സോ മച്ച് സബ്സ്ക്രിപ്ഷൻ ഗൈസ്. എറണാകുളത്തുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഏത് നെറ്റ്വർക്ക് എടുക്കണം ഞാൻ? ഇനി അവിടെ ചെന്നിട്ട് നെറ്റ്വർക്ക് ഇല്ലാതായി പോയി കഴിഞ്ഞാൽ എനിക്ക് വിഷമമായി പോവും. ജിയോ, എല്ലാരും ജിയോ ആണല്ലോ, ഒരേ സ്ഥലത്ത് ജിയോ ആണല്ലോ പറഞ്ഞേ. ഒരേ സ്ഥലത്ത് ജിയോ. അതിനിടയ്ക്ക് കേരള വിഷൻ. അതാ കേരള വിഷൻ ഓഫീസിൽ വർക്ക് ചെയ്യണവൻ, അല്ലാതെ വേറെ ആര്? പിന്നെ ജിയോ എല്ലാരും ജിയോ ആണ് പറയണേ. എടാ ഡ്രീമറൊക്കെ ജിയോ ആണോ ഉപയോഗിക്കുന്നത്? എനിക്ക് അറിഞ്ഞൂടാ ഡ്രീമറൊക്കെ ജിയോ ആണോ എന്ന്. ജിയോ ബെറ്റർ ആണ്. ഫോണും ഇതും വേറെ ഗൈസ്. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, റേഞ്ച് ഇതിന് മറ്റേ സിഗ്നൽ വഴിയാണോ ജിയോയുടെ ഇത് വരുന്നേ? ഫൈബർ ആണോ? ജിയോ ഫൈബർ അല്ലേ വരുന്നേ, അല്ലാതെ മറ്റേ സിഗ്നലിൽ നിന്നുള്ളതല്ലോ. അവിടെ റേഞ്ച് ഇല്ല ജിയോയ്ക്ക്. ഒരു വട്ടം എന്തോ ഉള്ളൂ. ഫൈബർ അല്ലേ? എയർ ഫൈബർ. ഫൈബർ. എന്നാ ഓക്കെ. മറ്റേതിന് റേഞ്ച് ഒന്നും ഇല്ല അവിടെ 2 വട്ടം. എടാ ഞാൻ എവിടെ വീട് സെറ്റ് ചെയ്താലും എനിക്ക് അവിടെ റേഞ്ച് ഉണ്ടാവില്ല. അതെന്റെ ഒരു ഇതാണ്, മനസ്സിലായോ? ഇവിടെ കോഹ്ലിയൊക്കെ 2 മാച്ച് അടുപ്പിച്ച് ഡക്കിന് ഔട്ടായ അണ്ണ 1 റൺ ഉണ്ടെങ്കിലും എടുത്തല്ലോ, പ്രൗഡ് ഓഫ് യു എന്ന്. ഒരേ സമയത്ത് നീ ഊമ്പലും ഉപദേശവും കൂടെ ഒരുമിച്ച് എൻ്റെ അടുത്ത് നിനക്ക് എന്തെങ്കിലും പറഞ്ഞ കളിയാക്കണം. നിനക്ക് എന്നെ പുകഴ്ത്തണ്ട, പക്ഷെ അത് വായിച്ച് എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കണം നിനക്ക് എന്നെ. എടാ ഈ സെഞ്ചുറി കണ്ടിട്ടുണ്ടോ? സെഞ്ചുറി വേണ്ട, ഹാഫ് സെഞ്ചുറി കണ്ടിട്ടുണ്ടോ? ഹാഫ് സെഞ്ചുറി
പാസഞ്ചറായിട്ടോ നീയൊക്കെ 4, 5, 6 ഏതെങ്കിലും ഒരു ദിവസം 3 ദിവസം പറ്റത്തില്ലേ? 3 ദിവസം ഞാൻ പറയട്ടെ, ഈ മാച്ചസ് ഒക്കെ നന്നായിട്ട് കളിച്ചാൽ ഗൈസ് സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കും. എനിക്കത് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഉഴപ്പി കളിക്കണേ, മനസ്സിലായ? ഇത് ഞാൻ മര്യാദ കളിച്ചു കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചിട്ട് ഇവരെന്നെ മെയിൻ CCL ടീമിലിടും. എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് സിനിമയിൽ അഭിനയിക്കുന്നത് പണ്ടേ ഇഷ്ടമല്ല, മനസ്സിലായ? അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു 10% മാത്രമേ എടുക്കുള്ളൂ. ഈ 10% ഞാൻ ഒരു 3 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു 50 അടിക്കും. പിന്നെ കള്ളതൊന്നുമല്ല. പിന്നെ ഇത് സിനിമയിലൊന്നും എടാ, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോയാൽ ആര് ലൈവ് ഇടും? ഇതൊക്കെ നിങ്ങൾ ആലോചിക്കണം. ഒരു സിനിമ ചെറിയ കളിയാണെന്ന് നിങ്ങൾ വിചാരിക്കണം. എത്ര മാസം അതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യണമെന്ന് അറിയാവോ? പിന്നെ കഴിഞ്ഞ മാസം തന്നെ ടോവിനോട് ടിൻ ബ്രദർ ആയിട്ടുള്ള ഒരു പ്രൊജക്ട് വന്നതാ. ലൈവ് ഇടുന്നതുകൊണ്ട് മാത്രമാണ് അത് കളഞ്ഞത്. പിന്നെ ഇതൊക്കെ നമ്മൾ കുറെ കണ്ടതല്ലേ. എടാ ബോളിംഗ് ചെയ്യണം. അടുത്ത കളി ബോളിംഗ് ഉണ്ട്. പിന്നെ ബോളിംഗ് ഇല്ലായിരിക്കുമോ? ബോളിംഗ് ഒക്കെ ചെയ്യില്ല നമ്മള്. നമുക്ക് തുടങ്ങാം. നമുക്ക് സിറ്റിയിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം എന്താണ്. ദേവട്ടി ടാറ്റ വേഗം നോക്കാം. എക്സലൻസിന്റെ ലോഗോ മാറ്റി. ഇത് ഈ ലോഗോ എന്തിലോ ഞാൻ കണ്ടു മറന്നു. ഈ ഒരു കളർ കോമ്പിനേഷൻ